രാഘവേട്ടൻ ഇങ്ങോട്ട് വന്നത് സത്യാമ്മ അറിഞ്ഞില്ലേ? ഓക്കെ, ഇയാളുടെ പ്ലാനാ. അവളൊരു സഞ്ചി എടുത്ത് പുറത്തേക്ക് പോകുന്ന കണ്ടു. പിന്നൊട്ടും വൈകില്ല, ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി. സത്യാമ്മ തിരിച്ചെത്തുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് അവിടെ എത്തണം. അച്ഛൻ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടി ഇപ്പൊ ഇവിടോട്ട് വന്നത്? എനിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. മുറിവൊക്കെ നന്നായിട്ട് ഉണങ്ങി തുടങ്ങി. മോളെ, എന്നാലും നിന്നെ ഒന്ന് കാണാതെ എങ്ങനെ അടി കൊച്ചേ? അല്ല, കേസും കാര്യങ്ങളൊക്കെ എങ്ങനാ? പോലീസുകാർ മൊഴിയെടുക്കാനൊക്കെ വന്നില്ലേ? അതൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട്. ജപ്തി നടപടികളിൽ നിന്നും എന്നെ ഒഴിവാക്കി നിർത്തണം. അതിനുവേണ്ടി തന്നെ വന്നതാ അവര്. എന്തോ ഭാഗ്യം, ആരുടെയോ പ്രാർത്ഥന. കൃത്യസമയത്ത് വിഷ്ണുവേട്ടൻ അവിടെ എത്തി. ഇല്ലെങ്കി ഇപ്പൊ പടമായിട്ട് ഭിത്തിയെ കയറിയനെ. ഡീ, കണ്ടില്ലേ രാഘവേട്ടാ, ചില നേരത്ത് ഇതാ വർത്താനം. കേട്ട് നിൽക്കുന്ന നമുക്ക് വിഷമാവില്ലേ? പറഞ്ഞത് സത്യമല്ലേ അമ്മേ? പൊടിയൊന്ന് നമ്മുടെ വീട് പോയതില് ഒരുപാട് സങ്കടം ഉണ്ടച്ച. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. മറ്റൊന്നും ആലോചിച്ച് എന്റെ മോളിപ്പം മനസ്സൊന്നും വിഷമിപ്പിക്കണ്ട. വിധിയ അതതിന്റെ മുറയ്ക്കല്ലേ നടക്കൂ. അതിനെ മറികടന്ന് നടത്താനുള്ള പാങ്ങൊന്നും അതൊന്നും നമുക്കിപ്പോ ഇല്ലല്ലോ. ചെട കൊഴിഞ്ഞ സിംഹമായി പോയി. ഇല്ലെങ്കിൽ എന്റെ നെഞ്ചത്തെ ഒട്ടിയെ അവർക്ക് ജപ്തി നടത്താൻ പറ്റത്തുള്ളായിരുന്നു. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ശാരദാമ്മേ. ഒരു ചെറിയ ഗ്യാപ്പിൽ ഓടി പോകുന്നതാ. ഒരു ഏനക്കേടും ഇല്ലാതെ സത്യാമ്മ എത്തുന്നതിന് മുമ്പേ വീടെത്തുകയും വേണം. ഇത്രയൊക്കെ ആയിട്ടും സത്യാമ്മയ്ക്ക് ശാലിനിയോടുള്ള വിരോധം തീരുന്നില്ലല്ലോ രാഘവേട്ട. ഭാമ അവളുടെ നിലപാടിൽ നിന്നും അണുവിട പിന്മാറില്ല ശാരദാമ്മേ. നമ്മളിലെ പഴഞ്ചൊല്ലൊക്കെ പറയാറില്ലേ, അവര് പിടിക്കുന്ന മുയലിൽ 4 കൊമ്പെന്നൊക്കെ. ഇത് 4ഒന്നുമല്ല, അതിലും കൂടുതൽ കൊമ്പൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവളാ അവള്. പക്ഷേ ഒരു കാര്യത്തിൽ ഭാമേനെ അത്ഭുതപ്പെടുത്തിയത് ഭാമയുടെ മനസ്സിന്റെ കട്ടിയാണ്. എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങിയിട്ടും അഷ്ടിക്ക് വകയില്ലാതെ തെണ്ടുന്നൊരവസ്ഥ വന്നിട്ടും ഒരിറ്റ് കണ്ണുനീര് അവളുടെ കണ്ണിന് പൊടിഞ്ഞിട്ടില്ല. കാരണം അവൾക്കും അറിയാം ഇത് അവളായിട്ടുണ്ടാക്കിയതാന്നേ. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അവൾക്ക് തന്നെ. അവൾ മൂലമാ ഇതെല്ലാം ഉണ്ടായെന്നും അവൾക്ക് നന്നായിട്ടറിയാം. പിന്നെ മോളോടുള്ള അവളുടെ വിരോധം അതവൾക്ക് മാറണമെങ്കിൽ അവളുടെ മനസ്സിൽ അവൾ ധരിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്ന എന്തോ ഒരു കരട് അത് എന്നേക്കോട്ട് ഇല്ലാതാവണം.